2026 മെയ് 4 ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ ദിവസം അടയാളപ്പെടുത്തുക വലിയ അട്ടിമറികളുടെ ദിനമായിട്ടായിരിക്കും. പശ്ചിമബംഗാൾ, കേരളം, തമിഴ്നാട്, അസം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് പുറത്തുവന്നത്. BJPക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടയായ ബംഗാൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിലും ദക്ഷിണേന്ത്യ ഇപ്പോഴും അവർക്ക് ബാലികേറ മലയായി തുടരുകയാണ്. എന്താണ് ഈ തിരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം? 15 വർഷത്തെ മമതാ ബാനർജിയുടെ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് പശ്ചിമ ബംഗാളിൽ BJP അധികാരം പിടിച്ചിരിക്കുന്നു. സുവേന്ദു അധികാരിയോട് മമത പരാജയപ്പെട്ടതും BJPക്ക് കേവല ഭൂരിപക്ഷം മറികടന്നതും കിഴക്കൻ ഇന്ത്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിച്ചു. ഹിന്ദുത്വ കാർഡും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകളും തൃണമൂലിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും BJPക്ക് അവിടെ തുണയായി. കിഴക്കൻ തീരത്ത് BJP തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബംഗാൾ വിജയം. എന്നാൽ തെക്കോട്ട് വരുമ്പോൾ ചിത്രം പാടെ മാറുന്നു. തമിഴ്നാട്ടിൽ DMKയും AIDMKയും അപ്രസക്തനാക്കിക്കൊണ്ട് നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം ഉണ്ടാക്കിയ മുന്നേറ്റം ഒരു രാഷ്ട്രീയ വിസ്മയമാണ്. BJPക്ക് അവിടെ അക്കൗണ്ട് തുറക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും തമിഴ് മണ്ണ് ഇപ്പോഴും ദ്രാവിഡ രാഷ്ട്രീയത്തോടും പ്രാദേശിക സ്വത്വത്തോടും ചേർന്ന് നിൽക്കുന്നു. വിജയുടെ ഉദയം BJPക്ക് തമിഴ്നാട്ടിൽ ഇടം നൽകുന്നതിന് പകരം മറ്റൊരു പ്രാദേശിക ബദലായി മാറുകയാണ് ചെയ്തത്. ദക്ഷിണേന്ത്യ ഇപ്പോഴും BJPയുടെ പരിധിക്ക് പുറത്താണ്. കേരളത്തിൽ 140-ൽ 100-നടുത്ത് സീറ്റുകൾ നേടി UDF വലിയ വിജയമാണ് സ്വന്തമാക്കിയത്. 10 വർഷത്തെ LDF ഭരണത്തിന് ശേഷം കേരളം പതിവ് പോലെ തന്നെ ഭരണവിരുദ്ധ തരംഗത്തിനൊപ്പം നിന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം BJPയുടെ പ്രകടനമാണ്. കേരളത്തിൽ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോരാട്ടം BJP കാഴ്ചവെച്ചു. സുരേഷ് ഗോപിയുടെ തൃശൂർ പിടിച്ചതിന് പിന്നാലെ നിയമസഭയിലും സീറ്റുകൾ നേടാൻ BJPക്ക് സാധിച്ചു. എങ്കിലും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ BJPക്ക് കേരളത്തിൽ ഇനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. UDFന്റെ ഈ വൻ വിജയം ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയൊരു ആശ്വാസമാണ്. ഈ തിരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യ 2 രാഷ്ട്രീയ ധ്രുവങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലും BJP അജയ്യരായി തുടരുമ്പോൾ തമിഴ്നാടും കേരളവും തെലങ്കാനയും ആന്ധ്രയും ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യ ഇപ്പോഴും BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ പ്രതിരോധം തീർക്കുന്നു. ഭാഷ, സാമ്പത്തിക വിഹിതം, വികസന മോഡലുകൾ എന്നിവയെ ചൊല്ലിയുള്ള കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ ഈ ഫലത്തോട് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഹിന്ദി ഹൃദയഭൂമിയിലെ രാഷ്ട്രീയമല്ല ദക്ഷിണേന്ത്യയിൽ വിജയിക്കുന്നതെന്ന് ഈ ഫലം ഒരിക്കൽ കൂടി അടിവരയിടുന്നു. ചുരുക്കത്തിൽ 2026 ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് 2029 പൊതു തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ട്രെയിലറാണ്. ബംഗാൾ കീഴടക്കിയ BJPക്ക് തമിഴ്നാടും കേരളവും അടുത്ത ലക്ഷ്യങ്ങളാണ്. എന്നാൽ വിജയെപ്പോലെയുള്ള പുതിയ ശക്തികളുടെ ഉദയവും UDFന്റെ തിരിച്ചുവരവും BJPയുടെ ദക്ഷിണേന്ത്യൻ മോഹങ്ങൾക്ക് വലിയൊരു തടസ്സമാണ്.